RCB കലക്കി തിമിർത്തു പൊളിച്ചു. ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ക്ലിനിക്കൽ പെർഫോമൻസ്. ബാറ്റിംഗ് ആവട്ടെ, ബൗളിംഗ് ആവട്ടെ, ഫീൽഡിംഗ് ആവട്ടെ, ഏതൊരു മേഖല എടുത്താലും ഗുജറാത്തിനെ തകർത്തെറിഞ്ഞുകൊണ്ട് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ IPL കിരീടമാണ് RCB സ്വന്തമാക്കിയിരിക്കുന്നത്. ടോസ് നേടിയ RCB ഗുജറാത്തിനെ ബാറ്റിംഗിന് അയക്കാനാണ് ഉണ്ടായത്. ഫസ്റ്റ് ഓവർ എറിഞ്ഞത് ഡഫിയാണ്. ഡഫി 13 റൺസാണ് ഫസ്റ്റ് ഓവറിൽ കൊടുത്തത്. അതിൽ 2 ബൗണ്ടറീസ് ഉണ്ടായിരുന്നു സായിയുടെ വക. രണ്ടാമത്തെ ഓവർ ഭുവനേശ്വർ കുമാറും മൂന്നാമത്തെ ഓവർ ഹേസൽവുഡാണ് അറിയുന്നത്. ഹേസൽവുഡിനെ ഒരു തകർപ്പൻ ബൗണ്ടറി അടിച്ചിട്ടാണ് ഗില്ല് തുടങ്ങുന്നത്. എന്നാൽ തൊട്ടടുത്ത പന്തിൽ തന്നെ ഹേസൽവുഡ് ഗില്ലിന്റെ വിക്കറ്റ് എടുക്കുന്നു. ഈ മാച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിക്കറ്റ് ഭുവനേശ്വർ കുമാർ സായി സുദർശനെ വീഴ്ത്തിയ ബൗൺസറാണ്. 138 കിലോമീറ്റർ സ്പീഡിലുള്ള നല്ല ഷാർപ്പായിട്ടുള്ള ബൗൺസർ. കീപ്പർ ജിതേഷ് ശർമ്മ 18 മീറ്റർ ഓടിയാണ് ആ ക്യാച്ച് കയ്യിലൊതുക്കിയത്. സുന്ദറിന്റെ ഒരു 50 അടക്കം ഒരുവിധം തട്ടിമുട്ടി 155 റൺസ് GT എങ്ങനെയൊക്കെ ഒപ്പിക്കുന്നു. അത് ഈ സർഫസിൽ ഒരു സ്കോർ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും തുടക്കത്തിൽ കുറച്ച് വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ GTക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ RCB ബാറ്റിങ്ങിന് വരുന്നു. ഫിൽ സോൾട്ട് എന്താണോ RCBക്ക് വേണ്ടി ചെയ്തിരുന്നത്, ജേക്കബ് ബദലിന് എന്താണോ ചെയ്യാൻ പറ്റാത്തത്, അത് പക്ഷേ വെങ്കടേഷ് അയ്യർ വളരെ നീറ്റായിട്ട് RCBക്ക് വേണ്ടി ഡെലിവർ ചെയ്തു. തകർപ്പൻ തുടക്കമായിരുന്നു. വെങ്കടേഷിനെക്കാളും അറ്റാക്ക് ചെയ്ത് കളിച്ചത് വിരാട് കോഹ്ലിയായിരുന്നു. സ്കോർ ബോർഡ് പ്രഷർ എന്ന് പറഞ്ഞ സംഭവം RCBക്ക് ഒരു പോയിന്റ് പോലും അനുഭവപ്പെട്ടില്ല. ചേസ് മാസ്റ്റർ അല്ലേ നിൽക്കുന്നേ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നല്ലേ. 25 പന്തുകളിൽ നിന്നാണ് വിരാട് കോഹ്ലി 50 റൺസ് കംപ്ലീറ്റ് ചെയ്തത്. അത് വിരാട് കോഹ്ലിയുടെ IPLലെ ഫാസ്റ്റസ്റ്റ് 50 ആണ്. പേസ് ബോളേഴ്സിന് കുറച്ച് സപ്പോർട്ട് കിട്ടുന്നൊരു പിച്ചായിരുന്നു. RCB ബോളേഴ്സ് ഷോർട്ട് ഓഫ് ഗുഡ് ലെങ്തിലും ഷോർട്ട് പിച്ച് ഏരിയയിലൊക്കെ എറിഞ്ഞിട്ടാണ് ഒരുപാട് വിക്കറ്റുകൾ എടുത്തത്. എന്നിരുന്നിട്ട് പോലും ആ തരത്തിൽ പന്തുകൾ എറിഞ്ഞ് വിക്കറ്റ് എടുക്കാൻ പൊട്ടൻഷ്യലുള്ള പ്രസിദ്ധ് കൃഷ്ണയെ ശുഭൻ ഗില്ല് പന്ത് കൊടുത്തത് 15ാമത്തെ ഓവറിലാണ്. അപ്പോഴത്തേക്കും മത്സരം പൂർണ്ണമായിട്ടും RCBയുടെ കയ്യിൽ വന്നു കഴിഞ്ഞു. ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും ശേഷം തുടർച്ചയായി 2 തവണ IPL കിരീടം നേടുന്ന ടീമെന്നുള്ള റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അപ്പൊ ഇനി അങ്ങോട്ട് റോയൽ ചലഞ്ചേഴ്സിന്റെ കാലമാണ്. അടുത്ത സീസണിലും കൂടെ ഒരു കപ്പടിച്ച് ഹാട്രിക് അടിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.